അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ കിതാബുൽ ഫിഖ് ആണ്. ഫിഖിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പാഠങ്ങൾ 6 പാഠങ്ങളാണ്. സുനനുൽ വുളൂഇ, വുളൂഇന്റെ സുന്നത്തുകൾ എന്നതുവരെയുള്ള 6 പാഠങ്ങളാണ് പഠിക്കേണ്ടത്. ഈ 6 പാഠങ്ങളുടെയും വിശദമായ റിവിഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഫിഖഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കുക. ഉത്തരങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ശരിയായത് എടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, ഫർള് എന്നും പറയപ്പെടും എന്തിന്? ഓപ്ഷൻസുകൾ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ വായിക്കണം. എന്തെല്ലാമാണ് ഓപ്ഷൻസുകൾ? നിസ്കരിക്കണം, സുർക്കയായാൽ ശുദ്ധിയാകും, 9 ചാന്ദ്രവർഷം, കയറ്റിക്കഴുകുക, കുറഞ്ഞതിന് ഇളവില്ല, വാജിബിന് കുറഞ്ഞതിന്. ഫർള് എന്നും പറയപ്പെടും ഏതിനിക്ക്? ഒന്നാമത്തെ ചോദ്യം, ഫർള് എന്നും പറയപ്പെടും ഏതിന്? വാജിബിന്. നമ്മൾ അഹ്കാമുദ്ദീനിയ എന്നുള്ള ഒന്നാമത്തെ പാഠത്തിൽ പരിശുദ്ധമായ ദീനിന്റെ വിധികളെ കുറിച്ച് പഠിച്ചല്ലോ. അതിൽ ഒന്നാമത്തേതായിരുന്നു വാജിബ്. ആ വാജിബിന്റെ മറ്റൊരു പേരാണ് ഫർള്. അപ്പോൾ ഫർള് എന്നും പറയപ്പെടും ഏതിന്? വാജിബിന്. 2, സമയമായാൽ ഉടൻ നിസ്കരിക്കണം. 3, ലഹരി ദ്രാവകങ്ങൾ സുർക്കയായാൽ ശുദ്ധിയാകും. 4, മൂക്കിൽ നിന്നുള്ള രക്തം കുറഞ്ഞതിന് ഇളവുണ്ട്. മൂക്കിൽ നിന്നുള്ള രക്തം കുറഞ്ഞതിന് ഇളവുണ്ട്. 5, ഹൈലുണ്ടാകുന്ന കുറഞ്ഞ പ്രായം എത്രയാണ്? 9 ചാന്ദ്രവർഷമാണ്. 6, കൈ, കാൽ, മുഖം എന്നിവ കയറ്റിക്കഴുകുക. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് 2ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. രാത്രി രക്തം നിന്നാൽ ഡാഷ് നോമ്പെടുക്കാം. എന്താണ് അവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്? രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. അപ്പോൾ കുളിക്കും മുമ്പ് എന്ന് അവിടെ എഴുതി കൊടുക്കണം. 2ാമത്തത്, ഒരു വസ്തുവിൽ നജസുണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കണം. അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം എന്ന് അവിടെ എഴുതി കൊടുക്കുക. 3ാമത്തത്, പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്നു നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല എന്ന് അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഈ രൂപത്തിൽ ശരിയായി പൂരിപ്പിക്കുക. ഇനി 3ാമത്തത്, ഓരോ ഉദാഹരണം വീതം എഴുതുക. ഹറാമിന്റെ ഒരു ഉദാഹരണം എഴുതണം, മുത്തവസ്സിത്തിന്റെ ഒരു ഉദാഹരണം എഴുതണം, ഹലാല്, ഫർള് കിഫായ, ഇതിനൊക്കെ ഓരോ ഉദാഹരണങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഒന്നാമതായി ഹറാമിന്റെ ഒരു ഉദാഹരണം, മദ്യപാനം, കളവ് പറയൽ, ഇതൊക്കെ ഹറാമിന്റെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ കിതാബിൽ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2, മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ മീഡിയം ലെവലിലുള്ള നജസിനാണ് മുത്തവസ്സിത്ത് എന്ന് പറയുന്നത്. ധാരാളം ഉദാഹരണങ്ങൾ മുത്തവസ്സിത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലം, മൂത്രം, ഛർദിച്ചത്, മദിയ്, വദിയ്, ഇതൊക്കെ മുത്തവസ്സിത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതിയാൽ മതി. ഇനി 3ാമത്തത് ഹലാല്. ഹലാലിന്റെ ഉദാഹരണം എന്താ? നല്ല ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വില കൂടിയ വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ഹലാലിന്റെ ഉദാഹരണമാണ്. 4ാമത്തത് ഫർള് കിഫായ. ഫർള് കിഫായന്റെ ഉദാഹരണം എന്താണ്? മയ്യത്ത് നിസ്കാരം ഫർള് കിഫായക്കുള്ള ഉദാഹരണമാണ്. ഇങ്ങനെ ഉദാഹരണങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി 2 വീതം എഴുതാം. വുളൂഇന്റെ സുന്നത്തുകൾ. നമ്മൾ അവസാനത്തെ പാഠം സുനനുൽ വുളൂഇ എന്നുള്ളതിൽ വുളൂഇന്റെ സുന്നത്തുകൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. ഖിബലക്ക് മുന്നിടുക, അതേപോലെ വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക, 2 മുൻകൈ ഒന്നിച്ചു കഴുകുന്നതോടൊപ്പം അഊദു ബിസ്മി, 2 ഷഹാദത്ത് കലിമ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നിവ ചൊല്ലുക. അങ്ങനെ ധാരാളം സുന്നത്തുകൾ താഴെയും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 2ാമത്തത്, ഹൈള്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആൻ ഓതൽ, ഖുർആൻ എഴുതപ്പെട്ടത് തൊടലും ചുമക്കലും, അതുപോലെ പള്ളിയിൽ താമസിക്കൽ, സംയോഗം ചെയ്യൽ, മുട്ടുപൊക്കളിനിടയിൽ ഇണങ്ങിച്ചേരൽ, തൊലാഖ് ചൊല്ലൽ, ഇതൊക്കെ ഹൈള്, നിഫാസ് കൊണ്ട് ഹറാമായ കാര്യങ്ങളാണ്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി ഇളവുള്ള നജസുകൾക്കുള്ള ഉദാഹരണം, പൊറുക്കപ്പെടുന്ന നജസുകൾക്കുള്ള ഉദാഹരണം,
അതും ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലെയുള്ള ജീവികളുടെ രക്തം, അതുപോലെ ഈച്ചയുടെ കാഷ്ടം, വവ്വാലിന്റെ മൂത്രം, കാഷ്ടം, ഇതൊക്കെ ഇളവുള്ള നജസുകൾക്കുള്ള ഉദാഹരണമാണ്. നാലാമത്തത് 3 വിധം നജസുകളിൽ 2 എണ്ണം എഴുതുക. നമ്മൾ 3 തരം നജസുകൾ പറഞ്ഞിരുന്നില്ലേ? മുഹഫഫ്, മുതവസിത്ത്, മുഗല്ലദ്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇനി ഉത്തരം എഴുതുക. 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം ചൊല്ലേണ്ടത് എന്താണ്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു അഊദു, ബിസ്മി, അതുപോലെ 2 ഷഹാദത്ത്, പിന്നെ അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ എന്നുള്ളതാണ് ചൊല്ലേണ്ടത്. ഇനി ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ദിമാ ഉൽ മർഅത്തി എന്നുള്ള പാഠത്തിൽ 3 തരം രക്തങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ അവസാനത്തേതാണ് ഇസ്തിഹാലത്ത്. ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ ഹൈലിന്റെയും നിഫാസിന്റെയും അല്ലാത്ത സമയത്ത്, ഹൈലോ നിഫാസോ അല്ലാത്ത സമയത്ത് പുറപ്പെടുന്ന രക്തത്തിനിക്കാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. ഹൈല് അല്ലെങ്കിൽ നിഫാസ്, ഇത് രണ്ടിന്റെയും സമയത്തല്ലാതെ വരുന്ന രക്തമാണ് ഇസ്തിഹാലത്തിന്റെ രക്തം. ഇനി മൂന്നാമത്തത്, നിസ്കാരം സാധുവാകാൻ ശുദ്ധിയായിരിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണത്. നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രം, അയാളുടെ ശരീരം, നിസ്കരിക്കുന്ന സ്ഥലം. അപ്പോൾ വസ്ത്രം, ശരീരം, സ്ഥലം, ഇത് 3ഉം ശുദ്ധിയായിരിക്കണം. നാലാമത്തത്, മുഖഫഫായ നജസിന് ഉദാഹരണം എന്താ? നമ്മൾ ആകെ ഒരു ഉദാഹരണമാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. 2 വയസ്സ് തികയാത്ത, പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. ഇനി പട്ടിക പൂർത്തിയാക്കുക. ഹൈല്, നിഫാസ്, അതിന്റെ കുറഞ്ഞത് എത്ര, സാധാരണയിൽ എത്ര, കൂടിയാൽ എത്ര എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഹൈല് ഏറ്റവും കുറഞ്ഞത് 1 ദിവസമാണ്. സാധാരണയിൽ 6-7 ദിവസം, കൂടിയാൽ 15 ദിവസം. ഇനി നിഫാസ് ഏറ്റവും കുറഞ്ഞത് അല്പസമയം, സാധാരണയിൽ 40 ദിവസം, കൂടിയാൽ 60 ദിവസം. ഇനി എന്താണ് ഹൈള് എന്ന് വ്യക്തമാക്കുകയാണ് വേണ്ടത്. ഹൈള് എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണ് ഹൈള്. ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം, അതിനാണ് ഹൈള് എന്ന് പറയുന്നത്. ഇനി എന്താണ് മുഗല്ലദ് എന്ന് പറഞ്ഞാൽ? നമ്മൾ വ്യത്യസ്ത ഇനം നജസുകളെ കുറിച്ച് പഠിച്ചില്ലേ? 3 തരം നജസുകളെ കുറിച്ച്. അതിൽ പഠിച്ച ഒന്നാണ് മുഗല്ലദ്. മുഗല്ലദായ നജസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നജസ്. നായ, പന്നി എന്നിവയും ഇവയിലൊന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും, ഇതൊക്കെയാണ് മുഗല്ലദായ നജസ്. ഇനി മൂന്നാമത്തത് സുന്നത്ത്. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതും, ഇതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഇങ്ങനെ ഓരോന്നിന്റെയും നിർവചനങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി അവസാനത്തെ ചോദ്യം, ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. മനുഷ്യന്റെ ശവം നജസാണ് ആണോ? അല്ല. ഈ പ്രസ്താവന തെറ്റാണ്. മനുഷ്യന്റെ ശവം അത് ശുദ്ധിയുള്ളതാണ്. രണ്ടാമത്തത്, 2 കൊല്ലത്ത് വെള്ളം ഏകദേശം 200 ലിറ്റർ ആണ്. ശരി. മൂന്നാമത്തത്, മുബാഹ് എന്നത് സുന്നത്തിന്റെ മറ്റൊരു പേരാണ്. തെറ്റ്. മുബാഹ് എന്നുള്ളത് ഹലാലിന്റെ മറ്റൊരു പേരാണ്. നാലാമത്തത്, ഇസ്തിഹാലത്തുള്ളപ്പോൾ നിസ്കരിക്കാം. ശരി. ഹൈളും നിഫാസും ഉള്ളപ്പോഴാണ് നിസ്കാരം പാടില്ലാത്തത്. എന്നാൽ ഇസ്തിഹാലത്തുള്ളപ്പോൾ നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. ഇതാണ് 5ാം ക്ലാസ്സിലെ ഫിഖിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും കൃത്യമായി ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.